ജുവനൽ ലോമിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യവും ഗവൺമെന്റ് ഒരുക്കാമായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു ഭാഗം. അവര് പുറത്തു വരണ്ട, അവർ ജുവനൽ ലോമിൽ പഠിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല കുട്ടികളായിട്ട് 2-3 വർഷം അവിടെ കഴിഞ്ഞിട്ട് പുറത്തു വരട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അവരെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. ആ കുട്ടി ആ പരീക്ഷ മുഴുവനും എഴുതിയിരുന്നെങ്കിൽ അതിൽ മുഴുവനും A+ഓട് കൂടി പാസ്സാകാൻ ഷഹബാസിന് കഴിയുമായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ ഒരു വേദന ആ പിതാവിൻ്റെയും മാതാവിൻ്റെ ഒക്കെ ഉള്ളിലിങ്ങനെ കിടന്ന് അലട്ടുമ്പോഴാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ വീണ്ടും അവരെ കുത്തി നോവിക്കാൻ അവരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോക്കൂ നിങ്ങൾ, ഷഹബാസ് മരണപ്പെട്ടിട്ട് ഏതാനും മാസങ്ങൾ മാത്രമാണ് ആകുന്നത്. ആ കുടുംബം ഓരോ ദിവസവും ഞങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ കുടുംബം കഴിയുകയാണ്. പക്ഷേ ഇതുവരെ നിയമത്തിൻ്റെ അടുത്ത് നിന്ന് വന്നത് മുഴുവനും അവർക്ക് വേദന ഉളവാക്കുന്ന വാർത്തകൾ മാത്രമാണ്. ഇപ്പോഴിതാ പുതിയ വാർത്ത കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ഷഹബാസിൻ്റെ ഘാതകരായിട്ടുള്ള ആളുകൾക്ക് ഒരു തുറസായ രീതിയിൽ പഠിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള രൂപത്തിൽ. അത് കേട്ടപ്പോൾ ഷഹബാസിൻ്റെ ഉപ്പയുടെ പ്രതികരണം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ വാർത്ത കേട്ടതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമത്തിലാണ്. അതായത് ഒരിക്കലും നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുക എന്നുള്ളത്. പക്ഷേ ഈ നിയമം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നീതിയാണ്. അതായത് ഇത്തരം കുട്ടികൾക്ക് ഇനിയും തുടർ പഠനത്തിന് തുറസായ വേദിയിലേക്ക് അവസരമൊരുക്കിയ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട നീതിപീഠത്തോടും ഞാൻ വളരെയേറെ അമർഷം രേഖപ്പെടുത്തുകയാണ്. അതായത് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ 3 വർഷം ഡീബാറും എക്സാം എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവർ കൊലയാളികളായ കുട്ടികൾക്ക് ഇവർ എക്സാം എഴുതാൻ അനുവദിച്ചു. ഓക്കെ, അത് നിയമം അങ്ങനെയാണ്. എന്ന് കഴിഞ്ഞാൽ ഇവർക്ക് തുറസായ ഒരു വേദിയിലേക്ക് പഠനത്തിന് സൗകര്യമൊരുക്കിയ ഗവൺമെൻറ്റിനോട് ഞാൻ അതിയായ വേദനാജനകമായ ഒരു പ്രതിഷേധം തന്നെയാണ്. ഇത് കാണുന്ന മുഴുവൻ ജനങ്ങളും അവർ ഏത് സ്കൂളിലാണോ അവസരം നേടാൻ പോകുന്നത് ആ സ്കൂളിൽ ഏത് പേരൻസ് ആയിക്കോട്ടെ, ഏത് രക്ഷിതാക്കൾ, അമ്മമാരായിട്ട് എല്ലാവരും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം. ഇത് ഇന്ന് നാളെ ഇവർ ഇതിലും വലിയ കൊലയാളികളാവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത ഒരു സപ്പോർട്ടായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് ഇത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അതായത് ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദന മുഴുവൻ ജനങ്ങളും, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കണം. എന്നിട്ട് അവർക്ക് വീണ്ടും തിരിച്ച് ജുവനൽ ഹോമിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഗവൺമെൻറ് ഒരുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. അതായത് അവർ തുറസായ വേദിയിലേക്ക് വിടാൻ പാടില്ല. അതായത് ഇവർ ചെയ്ത വോയിസുകളും, അതായത് ഇവർ ചെയ്ത് എൻ്റെ കണ്ണ് പോയി നോക്കി ഇങ്ങനത്തെ ഈ വോയിസ്, ഈ കുട്ടികൾ 15 വയസ്സായ കുട്ടികളല്ല, അവർ 35 വയസ്സായ കുട്ടികളുടെ മനോഭാവത്തിലാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഈ കാണുന്ന എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ ഈ വോയിസ് പ്രതീക്ഷ, അതായത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ആളുകളും ഇതിന് വേണ്ടി കഴിഞ്ഞ് പ്രതിഷേധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതായത് എനിക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ അനുഭവിക്കുന്ന വേദന, അതായത് ഇനിയൊരു രക്ഷിതാവിനും ഒരു അച്ഛനമ്മമാർക്കും ഇത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഗവൺമെൻറ് കൺതുറന്ന് ഇതിന് ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു രക്ഷിതാവും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതേ ആ മനുഷ്യനും ഇവിടെ പറയുന്നുള്ളൂ. എത്രത്തോളം വേദനയാണ് ആ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് ഈ കഴിഞ്ഞ വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എന്നാൽ ഷഹബാസിൻ്റെ ഉപ്പ അത് അനുഭവിക്കുകയാണ്, ആ കുടുംബവും അത് അനുഭവിക്കുകയാണ്. ഓരോ പ്രാവശ്യവും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവസാനം ഈ നിമിഷം വരെ നിയമത്തിൻ്റെ അടുത്ത് നിന്ന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വാർത്തകൾ വരുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന നമ്മൾ കണ്ടതാണ്. ആ കുട്ടികൾ അവർ നടത്തിയ പ്ലാനിങ്, അവർ നടത്തിയ ചാറ്റിങ്, അവരുടെ സംസാരങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ 15 വയസ്സുള്ള കുട്ടികൾ
അവരൊരിക്കലും ഒരു 15 വയസ്സിൻ്റെ പക്വതയിൽ ചെയ്ത കാര്യമേ അല്ല അത്. മറിച്ച് ഒരുപാട് പ്ലാനിങ്ങോടുകൂടി, ബാക്കിൽ നിന്ന് പിൻബലത്തോടുകൂടി ഷഹബാസ് എന്ന് പറയുന്ന ഒരു ചെറിയ വിദ്യാർത്ഥിയെ ക്രൂരമായിട്ട് എങ്ങനെ കൊലപ്പെടുത്താമെന്ന് മറ്റുള്ള ആളുകൾക്ക് ഇനി വേറെ ഒരു കൊലപാതകം ചെയ്യാനുള്ള ഒരു പ്ലാനിങ് എന്നോണം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നടത്തിയ ഒരു ആസൂത്രിത കൊലപാതകം. ഇങ്ങനെ തൻ്റെ മകൻ മരണപ്പെട്ടു എന്ന് കേൾക്കുന്ന ആ പിതാവ് ഇതല്ലാതെ വേറെ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ആകെ തകർന്ന് ഇനി ഒന്നുമില്ല, നിയമം എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നത് മാത്രമാണ് ആ കുടുംബത്തിൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ അവിടെ നിന്നും ഇതുപോലെയുള്ള പ്രഹരങ്ങളായിട്ടുള്ള മറുപടികളാണ് വരുന്നതെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയോ ആ ഒരു പിതാവിനെ? ആ കുട്ടി മരണപ്പെട്ടിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതിൽ നിന്നൊന്ന് കരകയറാൻ പോലും ആ കുടുംബത്തിന് ആയിട്ടില്ല. അതിൻ്റെ ഒരു ആശ്വാസമാണ് ഈ കുട്ടികളുടെ ഈ ഒരു വിചാരണയും അവർക്ക് നിയമപീഠം നൽകുന്ന ആ ഒരു ശിക്ഷയുടെ കാഠിന്യമൊക്കെ ആ ഒരു കുടുംബത്തിന് നൽകുന്ന ആശ്വാസം എന്നത്. പക്ഷെ അതുപോലും കിട്ടുന്നില്ല എങ്കിൽ ഇവരെ ഇനിയും ഇതുപോലെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ ഈ രൂപത്തിൽ അനുഭവിക്കേണ്ടി വരില്ല എന്ന് ആരാണ് കാണുന്നത്? ഈ ഒരു കാര്യം മാത്രമാണ് ഷഹബാസിൻ്റെ ഉപ്പ നമ്മുടെ ഒക്കെ മുമ്പിലേക്ക് നീട്ടുന്ന ഏക ചോദ്യം എന്ന് പറയുന്നത്. അത് മുൻനിർത്തിയിട്ടാണ് ആ മനുഷ്യൻ ഈ സംസാരിക്കുന്നതും ഈ നിയമ പോരാട്ടം നടത്തുന്നതുമൊക്കെ. പക്ഷേ നിയമപീഠത്തിനോ നിയമപാലകർക്കോ അതൊന്നും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് വളരെ വേദന തോന്നുന്നത്. ആ മനുഷ്യൻ ഉന്നയിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മളിതിൻ്റെ മുമ്പൊക്കെ അത് കേട്ടിട്ടുണ്ട്. എന്താണ്? കോപ്പി അടിച്ച് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദമില്ലാത്ത നാട്ടിൽ എൻ്റെ കുട്ടിയെ കൊന്നു കളഞ്ഞിട്ട് ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ഗവൺമെൻറ് അനുവാദം കൊടുക്കുന്നു. എൻ്റെ കുട്ടിയോ? എൻ്റെ കുട്ടി 6 അടി മണ്ണിലേക്ക് പോയി. അവനെ കൊന്നവർ സുഖമായിട്ട് പരീക്ഷ എഴുതുന്നു. എൻ്റെ കുട്ടി പരീക്ഷ എഴുതുകയാണെങ്കിൽ അവനൊരു പക്ഷേ എല്ലാ വിഷയങ്ങൾക്കും +, അവൻ നേടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടു. ഷഹബാസിൻ്റെ ആ ഒരു ആൻസർ ഷീറ്റ്, അതിലവൻ എഴുതിയത് ഒരേ ഒരു പരീക്ഷ മാത്രമാണ്. അതിലാകട്ടെ A+ അവൻ നേടിയിട്ടുമുണ്ട്. നിങ്ങൾ ഇനി ചിന്തിക്ക്, ആ കുട്ടി ആ പരീക്ഷ മുഴുവനും എഴുതിയിരുന്നെങ്കിൽ അതിൽ മുഴുവനും A+ഓട് കൂടി പാസ്സാകാൻ ഷഹബാസിന് കഴിയുമായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ ഒരു വേദന ആ പിതാവിൻ്റെയും മാതാവിൻ്റെ ഒക്കെ ഉള്ളിലിങ്ങനെ കിടന്ന് അലട്ടുമ്പോഴാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ വീണ്ടും അവരെ കുത്തി നോവിക്കാൻ അവരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ മകൻ അനുഭവിച്ച വേദനയുടെ ഒരംശം പോലും അവരനുഭവിക്കാതെ അവർ ഇന്നും സുഖലോലുപരായിട്ട് കഴിയുമ്പോഴും ആ പിതാവ് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി എന്ത് തെറ്റാണ് ഇതിനു മാത്രം ചെയ്തത് എന്നാണ്. ഈ മനുഷ്യൻ്റെ മുഖത്തുള്ള ഈ സങ്കടം, ഈ വേദന, ഈ പ്രയാസം ഇനി ഒരു പിതാവിനും വരരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ലേ ആ മനുഷ്യൻ ഈ നിയമ പോരാട്ടം മുഴുവനും നടത്തുന്നത്. പക്ഷേ പലരും അത് കണ്ടില്ല എന്ന് വരെ നടിക്കുകയാണല്ലോ. നമുക്ക് ആവേശമായിരുന്നു ഷഹബാസ് മരിച്ച ആ കുറച്ച് നാളുകളിൽ. പക്ഷേ ഇന്ന് നമുക്ക് ആ ആവേശം ഉണ്ടോ? നമ്മുടെ ആവേശം ചോർന്നു പോയില്ലേ? പക്ഷെ ഇന്നും ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷഹബാസിൻ്റെ കുടുംബം. അള്ളാഹു അവർക്ക് അർഹമായിട്ടുള്ള നീതി അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു പരിപൂർണ ക്ഷമ പടച്ചോൻ കൊടുക്കട്ടെ. ആ ഷഹബാസ് എന്ന മകൻ അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെ മക്കളും ഇതേ സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ വളരെയേറെ കെയറിങ് രക്ഷിതാക്കൾ നടത്തണം. ഇല്ല എങ്കിൽ ഇനിയൊരു ഷഹബാസ് കൂടി ഇതുപോലെ റാഗിങ്ങിൻ്റെ ഒക്കെ പേരിലായിട്ടൊക്കെ ഇനിയും ഉണ്ടാകൂല എന്ന് നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആ രൂപത്തിലാണ്. ആ മാതാപിതാക്കൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവരുടെ പൊന്നുമോന് ഷഹബാസ് ഈ ലോകത്ത് നിന്ന് ഇങ്ങനെ വിട പറയുമെന്ന്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.